കുടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഹലോ ട്രെൻഡ്സ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യ അങ്ങനെ വേണ്ട, കൈ മണമാകും. അയ്യോ ഇങ്ങനെ പിടിച്ചപ്പോ മണോ ഇല്ലല്ലേ? അത് കലക്കി ഇതുണ്ട് നടക്കുമല്ലോ ഇതൊന്ന്. ഞാൻ നോക്കട്ടെ ഇതെന്താണിത്. ഇങ്ങനെ പിടിച്ച് പിടിച്ച് പതിയെ ഞാനാണ് ബലം പിടിക്കണത്. ഞാൻ ചെമ്മീൻ വിട്ടുപോകുന്ന ഓർത്ത് അത് കിട്ടിയില്ല. ഓൾറെഡി കോളാക്കി വെച്ചേക്കണേ. ഇതാണ് ഞരമ്പ്. ഈ ഞരമ്പ് എടുത്ത് കളയണം. ഇതിപ്പോ ഇത്തവണയെങ്കിലും ശരിയാക്കുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എങ്ങനെയാണിത്? ആയുധം വെച്ചുള്ള കളിയാണ്. കൊള്ളിയല്ലേ? അതാ ദൈവം കളഞ്ഞാണ്. അല്ല പിന്നെ ഭക്ഷണം കഴിക്കാനും വളരെ ഇഷ്ടമാണ്. അവനെ കാണുമ്പോ അറിയാല്ല. ഇപ്പൊ ഒരു കോഴിയുടെ കൈ കിട്ടിയ അതിനെ തല്ലിക്കൊന്നൊരു കറി വെച്ച് കഴിയുമ്പോ നമ്മള് വളരെ ആ ദേഷ്യപ്പത്തോ കറി വെച്ച് തീർക്കും. പക്ഷെ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഞങ്ങൾ ആഴ്ച ഒരു വീഡിയോ ഇടണുള്ള, ആരെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കണമെന്നും ഇല്ല കേട്ടാ. നല്ല സ്മെല്ലില്ലേ? ഇപ്പൊ ചെമ്മീൻ ഏകദേശം ആയി വരുന്നുണ്ട്. എങ്ങനെ ഇരിക്കണം? അല്ലേ ഇതാ എനിക്ക് ഒരെണ്ണം കൂടെ എടുത്ത് കഴിക്കണം. ഇപ്പോഴേ ചാടണ, ഞാൻ തിരിച്ചിടും. എന്ത് വെള്ളം കണ്ടപ്പോ അപ്പൊ ചാടണം ഇല്ല. നല്ല അത്യാവശ്യം വലിയ ചെമ്മീനാണ് കേട്ടാ. ചെമ്മീന്റെ വലിപ്പം കാണിക്കാൻ എന്റെ അയ്യോ അല്ല, എന്റെ നാളെ കഴിക്കണം. എന്ത് അല്ല, നാളെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മക്ക് ക്ഷമയില്ലെന്ന് അസാധ്യ രുചിയായിരിക്കും അതിന്. അല്ല അത് പറഞ്ഞപ്പോ തന്നെ വായു വെള്ളം. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഹായ്, ഹലോ ട്രെൻഡ്സ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെമ്മീൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ് അല്ലേ? അല്ല, തേങ്ങാക്കൊത്തും ഉടമ്പുളി ഇട്ട് വറ്റിച്ചിട്ട് നമ്മുടെയൊക്കെ അവിടെയുള്ള ഞങ്ങൾക്ക് ചെറുപ്പത്തിലേക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ചെമ്മീൻ വറ്റിച്ചത്തിലേ. ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ചെമ്മീനും തേങ്ങാക്കൊത്തും ഉടമ്പുളി ഇട്ട് വറ്റിച്ച്, പിന്നെ വറ്റിച്ചെന്ന് പറഞ്ഞാൽ വെള്ളം വറ്റിച്ചിട്ട് വേവിച്ച് പിന്നെ റോസ്റ്റ് ഉണ്ടാക്കും, ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ റെസിപ്പിയാണ് ഉണ്ടാക്കണത്. എല്ലാരും ഈ കൊഞ്ചെന്നാണ് പൊതുവെ ചെമ്മീനെ പറയണത് അല്ലേ? പക്ഷെ കൊഞ്ച് അതിന്റെ ഒരു ഐറ്റം ആണ്, നമ്മളൊരു അറിവാണ് കേട്ടാ. ഇപ്പൊ എനിക്കറിയാവുന്ന 7 ഐറ്റം ഉണ്ട്, 5-6 ഐറ്റം ഉണ്ട് ചെമ്മീൻ തന്നെ. അതില് ഏറ്റവും കുറഞ്ഞത് തെള്ളിച്ചെമ്മീൻ, തെള്ളി, പൂവാലൻ, കരിക്കാടി, ചൂടൻ ചെമ്മീൻ, നാരൻ ചെമ്മീൻ, കാരച്ചെമ്മീൻ, പിന്നെയാണ് കൊഞ്ചി. അങ്ങനെയാണ്. ഈ നാരൻ ചെമ്മീൻ ഈ കളറായിരിക്കും അല്ലെ? ഏകദേശം ഒരു ഈ കളർ. പിന്നെ ഈ കാരച്ചെമ്മീൻ എന്ന് പറയുമ്പോ ഇത്തിരിയും കൂടെ ബ്ലാക്ക് ഷെയ്ഡ് കൂടിയ ഒരിതായിരിക്കും. അങ്ങനെ അവിടെ നമ്മുടെ അവിടെ ചെമ്മീൻ കൃഷികളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് കുറെ. ഈ പച്ചക്കറിയില് വരെ തെള്ളിച്ചെമ്മീൻ ഇട്ടാണ് കറി വെച്ചിട്ടുണ്ട്. പീച്ചിങ്ങ, പിന്നെ പയറ്, അതേപോലെയുള്ള ഈ ചെറിയ ചെമ്മീൻ. തെള്ളിച്ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത്. ഈ വിലയും കുറവായിരിക്കും. അന്നൊക്കെ അന്ന് നേരത്തെ കിട്ടില്ല, ഇപ്പോഴും കിട്ടും. അത് കിള്ളിയെടുക്കാൻ പണിയാണ്. ഇത് ഇപ്പൊ കിള്ളാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പൊ അങ്ങനെ. അപ്പൊ ഇന്നിപ്പോ നമ്മളിവിടെ എനിക്ക് തോന്നണ ഇത് ഞങ്ങളുടെ നാട്ടിലെ നാരനും കാരയും മിക്സ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മളപ്പോ അതേപോലെ ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം പോയി ചെമ്മീൻ കിള്ളി നീറ്റാക്കി എടുക്കുക. അത് കിള്ളുന്നത് കാണിക്കണം. അപ്പൊ ഇതിനകത്തൊരു ഞരമ്പുണ്ട്. ആ ഞരമ്പും കളയണം, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പണ്ടൊന്നും നാട്ടിലൊന്നും നമ്മൾ ഇതിന്റെ ഞരമ്പൊന്നും കളയലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ അത് കളയണം. ഇപ്പൊ അത് അയ്യോ വേണ്ട, അല്ല ഒന്ന് നോക്കാം, ഒരു കൊതി കൊണ്ട്. അയ്യോ അങ്ങനെ വേണ്ട, കൈ മണമാകും. അയ്യോ ഇങ്ങനെ പിടിച്ചപ്പോ മണോ ഇല്ലല്ലേ? അത് കലക്കി. ഒരെണ്ണം കളിക്കട്ടെ. ഇങ്ങനെയല്ലേ? ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരെണ്ണം. ഇങ്ങനെയല്ലേ?
അങ്ങനെ എടുത്തിട്ട് ഇനി അത് എടുക്കുമ്പോ ഇതിങ്ങനെ വിട്ടു അവര് വരും. അപ്പൊ അല്ല, കയ്യിലൊക്കെ ഇത് കളയണ്ടല്ലോ. കുറച്ച് അല്ല ഇത്രയും നമ്മള് കട്ട് ചെയ്ത് കളയും. പിന്നെ ഇതെങ്ങനെയാണ് എടുക്കുന്നത്? അത് ഇവിടെ നിന്ന് പൊളിക്ക്, ഈ തലയുടെ ഇവിടെ നിന്ന് പൊളിക്ക്. ഇവിടെ ആ ഞാൻ കാണിച്ചു തരാട്ടോ എങ്ങനെയാണെന്ന്. ഞങ്ങളുടെ അവിടെയൊക്കെ ഒരു ഇതാണല്ലേ ഇത്, മറ്റേ ഈ പീലിംഗ് ഷെഡ്, ചെമ്മീൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് കുറെ കുടുംബങ്ങൾ കഴിയണുണ്ട്. ഇത് പീലിങ്ങിന്റെ ഇതായാലും ചെമ്മീൻ കെട്ടുകൾ കൊണ്ടായാലും കൊറേ ഇതുണ്ട്. നടക്കുമല്ലോ ഞാൻ നോക്കട്ടെ ഇതെന്താണിത്, എനിക്കെന്താണ്, ഞാനിത് അലമ്പാക്കണ്ടല്ലാന്ന് ഓർത്താണ്. അല്ലെ പിന്നെ മാന്തി പൊളിച്ച് പങ്കെടു തന്നേനെ. അല്ല പിന്നെ അതൊന്ന് കാണിക്ക്. ഇത് ഇങ്ങനെ കിള്ളിയാല്, അല്ല ഇങ്ങനെ കിള്ളിയാലാണ് ഈ ചെമ്മീനൊക്കെ കോലെ കുത്തി അല്ലേ, മറ്റേ അതിനെന്നാ പറയണ ഒരു പേരുണ്ടല്ല. ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് പതിയെ ഞാനാണ് ബലം പിടിക്കണത്, ചെമ്മീൻ വിട്ടുപോകുന്നോർത്ത്. അത് കിട്ടിയില്ല, ഓൾറെഡി കോളാക്കി വെച്ചേക്കണേ. ആദ്യം കണ്ട കിട്ടി. ഇതിപ്പോ വികലാംഗനെ പോലെ പാല് വശം കറക്റ്റ് ആയിട്ട് ഇരിക്കണ്ടേ. അത് പക്ഷെ അത് ഇച്ചിരി. പിന്നെ ഈ ഈ കോലെ കുത്തി ഇത് വറുത്തെടുക്കണതിന് എന്താ പറയണ? കബാബ, പ്രോൺസ് കബാബ അങ്ങനെയാണോ പറയണ? ഓക്കെ. അല്ല അതിനൊക്കെ ബെസ്റ്റ് ആണ് ഇങ്ങനെ എടുക്കണം. അപ്പൊ ഇത് ഈ കണ്ണുണ്ടാവുക? ഇല്ല അതൊക്കെ പോകും. ഇതാണ് ഞരമ്പ്. ഈ ഞരമ്പ് എടുത്ത് കളയണം. ഇതിപ്പോ കാണിച്ചു തരാവേ ഞരമ്പ്. അത് ചിലവർക്ക് വയറുവേദന, അലർജി ഉണ്ടാകും ചാൻസ് ഉള്ളതാണ്. ഇത് അതെങ്ങനെയാണ്? അപ്പൊ തല ഇങ്ങനെ അത് ഇതിലോട്ട് തിരിഞ്ഞേക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുക. നമ്മളിവിടെ ഒരു സ്ഥലത്ത് അങ്ങ് പൊളക്കും. ഇത് പീലി ചെയ്യാത്തതായത് കൊണ്ടാണ് നമ്മൾ ഇത് കളഞ്ഞെടുക്കേണ്ടത്. അല്ലാത്തതിന് അവർ ഓൾറെഡി കളഞ്ഞു വെച്ചേക്കും. ഇത് ഇങ്ങനെ കിട്ടും, ആ സാധനം കളയണം. അത് പതി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോ അറ്റത്തുനിന്ന് വരെ ഇങ്ങനെ പോരും. കുട്ടിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലേ, ചമ്മിപ്പോയനെ. കിട്ടി കണ്ട. ഇതിങ്ങനെ നമ്മള് കളയണം എടുത്ത്. വലിയ ചെമ്മീന്റെ ഒക്കെ അലർജി ഉണ്ടായാലെന്നല്ല, അഴുക്കാണത്, അതിന്റെ കുടലാണത്. മനസ്സിലായോ? എല്ലാരും പറയണത് പറഞ്ഞല്ലാണ്ട് ഇതേവരെ ഇനി അത് സൂക്ഷിച്ച് കളയാം. ഇത് എനിക്ക് ഞാൻ വേറെ കട്ടുകള. ഇനിയിപ്പോ ഇത് നമ്മൾ ഇത്രയും കൂടെ കളയും. ഈ കാലിന് കാണിക്കത് ഇത് കളയൂന്ന് പറഞ്ഞിട്ട് അത് കളയണത് കാണിക്കേ. അതിനു വേണ്ടിയാണ് ഇരിക്കണത്. അല്ലാണ്ട് ഇനി കാലുകളല്ലേ, ഇനി കാല് അങ്ങോട്ട് വെട്ടി. ഓക്കെ അല്ലേ, കറക്റ്റ് ആയി. ഇത്രയും നമ്മള് കളയുള്ളൂ കേട്ടോ. ഇത്രയും കളഞ്ഞാ മതി. ഇനി ഒരെണ്ണവും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു. നല്ല കൈ കൊണ്ടാണല്ലോ, കുഴപ്പമില്ല. ഞാൻ വെറുതെ ഇരിക്കുന്നു. ഓക്കെ. ആദ്യം നമ്മള് തലയുടെ ഇതങ്ങോട്ട് കളയുന്നു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് തൊണ്ട് പൊളിച്ച് കണ്ട. ഇപ്പൊ ഇങ്ങനെ കാല് പോരും ഓട്ടോമാറ്റിക് ആയിട്ട്. അല്ല അത് നമ്മള് ചെയ്യുമ്പോ അത് കറക്റ്റ് ആയിട്ട് വരും. അടുത്തതിലൊന്ന് കണ്ടാ മതി. നൈസായിട്ടൊക്കെ അടിച്ചു പിടിയേ. അല്ല പറയാൻ പറ്റൂല. ഇനി ഇത്രയും വരെ പൊളിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ കാല് ഇവിടെ വാലിൽ പിടിക്കണം. പഴകിയ ചെമ്മീനാണ് പിന്നെ അങ്ങനെ പോരാൻ എളുപ്പമായിരിക്കും. പാടാണ് ഇത് കിട്ടാൻ. എന്നാലും നോക്കട്ടെ, മറ്റേതുപോലെ മൈ ബെസ്റ്റ്. കണ്ട ഇതേപോലെ എടുക്കണം. മറ്റേ ഇത് കണ്ട, ഞാൻ പറഞ്ഞില്ലേ മറ്റേത് ഇത് കണ്ട ഒരു എന്തോ ഇതുപോലെ. എന്നിട്ട് ഇവിടെ നിന്ന് ഇത് അങ്ങ് കിള്ളി കളഞ്ഞ ഓക്കെ അല്ലേ, സെറ്റായി. ഇത്രേ നമ്മൾ കളയുള്ളൂ. അപ്പൊ ഓക്കെ, ഇനി അത് എല്ലാം പോയി ക്ലീൻ ചെയ്തിട്ട് വാ. അപ്പൊ ബാക്കിയുള്ള ഞാൻ തേങ്ങാക്കൊത്ത് സെറ്റ് ആക്കി വെക്കാം. ഓക്കെ. ഇത്തവണയെങ്കിലും ശരിയാക്കുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. തേങ്ങയാണിത്, ആയുധം വെച്ചുള്ള കളിയാണ്. എന്റെ പൊന്നെ, വെള്ളവും പോയി. അയ്യോ, ആ വെള്ളത്തിന് കൊതിച്ചിരുന്നതാണ്. ഇപ്പൊ നക്കിയെങ്കിലും കുടിക്കാം. പിന്നെ കൊള്ളിയല്ലേ, അതാണ് ദൈവം കളഞ്ഞാണ്. അല്ല പിന്നെ കൊള്ളൂല. ഇല്ല, തേങ്ങ നല്ലതായിരിക്കും. വെള്ളം മോശമാണെങ്കിലും തേങ്ങ കുഴപ്പമില്ല. ഞാൻ കത്തിയും എടുത്തോ. എനിക്ക് കൊള്ളൂലെന്ന് പറഞ്ഞാ ഒരു മധുരമില്ല.
അന്നെ ഉണ്ടാവടാ ഈ ഹോളിലാരെങ്കിലും ഉണ്ടാ? എന്തായി നമ്മളെ മീൻമെട്ടൊക്കെ എവിടം വരെയായി? മീൻമെട്ടെന്ന് ചെമ്മീൻ കിള്ളലൊക്കെ എവിടം വരെയായി? അയ്യോ അമ്മേ, പാടാണല്ലേ? നമ്മളാ തല എടുക്കണ കൊണ്ട് ഇത്തിരി ടൈം എടുക്കണുണ്ടല്ലേ? എടുക്കണോണ്ട് തന്നെ അല്ല, ചെമ്മീൻ കിള്ളാന്ന് തന്നെ ടൈം എടുക്കും. നമ്മുടെ നാട്ടിലാണെങ്കിലും ഇത് ഇത്രയും ഒത്തിരി ഉണ്ടല്ലോ. പക്ഷെ ഇത് 1 കിലോ നമുക്ക് ഈ ചെമ്മീൻ ഉണ്ടെങ്കിൽ 1/2 കിലോ അല്ലെങ്കിൽ ഒരു 600 ഗ്രാമൊക്കെ നമുക്ക് കിട്ടുള്ളൂ അല്ലേ? ഏകദേശം എറൗണ്ട് ഒരു പകുതിയോളം തൊണ്ടാണ്. പകുതിയോളം നമുക്ക് വേസ്റ്റ് പോകുന്നുണ്ട്. ആ തലയും കൂടെ കുറെ ഭാഗം മാറ്റിയായിരുന്നെങ്കിൽ ഒന്നും ഉണ്ടായില്ല. ഇവിടെ അത്യാവശ്യം ഈ ചെമ്മീന് $26, $26.99 അല്ലേ? അപ്പൊ $27. അപ്പൊ എത്രയായി? 1350 രൂപയായി 1 കിലോ. നാട്ടിലും ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്. 10 അല്ല അത്രയില്ല, എനിക്കറിയില്ല കറക്റ്റ് ഇപ്പൊ അവിടുത്തെ വില. ഇനിയൊരു 6 കൂടെ ഉള്ളു. അപ്പൊ അതും കൂടെ വേഗം ശരിയാക്കി ഇടാം. എന്നിട്ട് ഇതാണ് ഇതിപ്പോ ഞാൻ പ്രതീക്ഷിച്ച കൂടുതൽ ടൈമായി. ഈ കറി ശരിയായിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ 4:30 വൈകുന്നേരം. ഇനിയിപ്പോ എന്തായാലും ഇത്രയും വെയിറ്റ് ചെയ്തല്ലേ, ഇതായിട്ട് കഴിക്കാം. അപ്പൊ നമ്മുടെ ചെമ്മീൻ കിള്ളൽ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കഴിഞ്ഞ ഈ ലാസ്റ്റ് ഇട്ട വീഡിയോയില് ഒരു കപ്പ മത്തിക്കറിയുടെ അതില് ഒരു കമന്റ് ഉണ്ടായിരുന്നു, വളരെ ആസ്വദിച്ചാണല്ലോ കുക്ക് ചെയ്യണമെന്ന്. അത് ശരിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ. പിന്നെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ദേഷ്യം വന്നിരിക്കുമ്പോഴത്തേനും ഇപ്പൊ അത്യാവശ്യം ഒരു കോഴിനെ മേടിച്ച് തല്ലിക്കൊന്ന്, നാട്ടിലാണെങ്കിൽ അതല്ല പണി. ഇവിടെ നമുക്കതില്ല. കുറെ മേടിച്ചൊരു കറി വെച്ച് കഴിയുമ്പോ നമ്മുടെ ഇതങ്ങോട്ട് മാറി. ഇപ്പൊ വേറെ ഉണ്ട് പൊറോട്ട അടിക്കാം. അപ്പൊ അതിലും അല്ലേ നമ്മുടെ അത്യാവശ്യം ഇത് മാറും. അപ്പൊ നമ്മളെ ടെൻഷനൊക്കെ അതെ, നമ്മളെ ടെൻഷനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഒരു കറി വെക്കുമ്പോഴത്തേനും നമ്മുടെ അത് മാറും. അച്ചാർ ഫ്രിഡ്ജ് നിറച്ച അച്ചാറാണ്. ഇങ്ങനെ ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞ ഇപ്പൊ അതായത് ക്യാരറ്റും എന്തൊക്കെയാണ് അച്ചാർ ഇരിക്കണ, ക്യാരറ്റ് ചുമ്മാ ഇരിക്കുമ്പോ ഇന്ന് അച്ചാർ ഇട്ടേക്കാം. എന്തെങ്കിലും തോന്നി ബോറടിക്കുമ്പോ ഉടനെ അച്ചാർ ഇട്ടേക്കാം. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പാവയ്ക്ക, മാങ്ങ, പിന്നെ ചെമ്മീൻ, മീൻ, അങ്ങനെ കുറെ അല്ല പറഞ്ഞതാണ്. അപ്പൊ വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് പാചകം ചെയ്യലും ഫുഡ് കഴിക്കലും ഇഷ്ടമുള്ളവര്. അതെല്ലാം കാണുമ്പോ അറിയാല്ല. നാട്ടിൽ നിന്ന് വന്ന കോലം ആദ്യത്തെയൊക്കെ പഴയ വീഡിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് ആരും ചിരിക്കരുത്. അത് അല്ലേ? അല്ല അതിലും നമ്മൾ തടിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ചെമ്മീൻ കിള്ളൽ ഇവിടെ തീരാറായി. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാനാണ്. നമ്മുടെ ലാസ്റ്റ് ഞങ്ങളിട്ട വീഡിയോയിൽ കപ്പയ മത്തിക്കറിയുടെ വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, വളരെ ആസ്വദിച്ചാണല്ല കുക്ക് ചെയ്യണമെന്ന്. അത് കറക്റ്റ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കുക്കിങ്. പിന്നെ ഭക്ഷണം കഴിക്കാനും വളരെ ഇഷ്ടമാണ്. പിന്നെ കാണുമ്പോ അറിയാമല്ല. ഇപ്പൊ അല്ലേ 65 കിലോ ആയിട്ട് ന്യൂസിലൻഡിൽ വന്ന ആളായിരുന്നു ഞാൻ. ഇപ്പൊ 100 കിടന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്. 110 വരെ കയറി വന്നതായിരുന്നു. പിന്നെ കുറയ്ക്കുകയാണ്. അങ്ങനെ പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ അത്യാവശ്യം ഭയങ്കര ടെൻഷൻ. ഇപ്പൊ പിള്ളേരൊക്കെ ആയിട്ട് ദേഷ്യത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരു കോഴിനെ കൈ കെട്ടി അതിനെ തല്ലിക്കൊന്നൊരു കറി വെച്ച് കഴിയുമ്പോ നമ്മള് വളരെ ആ ദേഷ്യപ്പത്തോ കറി വെച്ച് തീർക്കും. പക്ഷെ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അതങ്ങനെ ഒരു കമന്റ് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ കുക്കിംഗ് വളരെ ഇഷ്ടമാണ്. അതാണ് ഓക്കെ. അപ്പൊ നമ്മള് ചെമ്മീനൊക്കെ കിള്ളിക്കഴിഞ്ഞ് ഇനി ഇതേ പരിപാടിയിലോട്ട് കിടക്കുകയാണ്. ഓക്കെ. ഓ മൈ ഗോഡ്സ്, ഈ പാത്രം നിറച്ചിട്ടുണ്ടായ ചെമ്മീൻ കിള്ളി വന്നപ്പോ ഇത്രയേ ഉള്ളു. ഇനി നമുക്ക് ഇത് ആദ്യമേ ഈ ചെമ്മീൻ എന്ന് പറഞ്ഞ സംഭവത്തിന് അധികം ഇതില്ല കേട്ടോ, വേവില്ല. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ വേവുള്ളൂ. ശരിയല്ലേ? റബ്ബർ പോലെ അതല്ല,
ഒന്നെങ്കിൽ കുറച്ച് വേവിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് വേവിക്കണം. മീഡിയം വേവിൽ നിർത്തരുത്, അപ്പോഴാണ് റബ്ബർ പോലെ ഇരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലോട്ട് ഇടാം. ഇത് നമ്മൾ ആദ്യം ഇതൊന്ന് നമ്മൾ തേങ്ങാക്കൊത്തും പുളി വിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ ഇടാം ആദ്യമേ. കുഴപ്പമില്ലല്ലേ, അത്യാവശ്യം ഉണ്ട്. പിന്നെ സവാളയൊക്കെ 3-4 എടുത്തിട്ടുണ്ട്. 4 എടുത്താ അല്ല 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പൊ അതേ ചെമ്മീൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു ഇത് കണ്ട, ഒരു 4 കഷ്ണം ഉടമ്പുളി, അത് 3 വേണേലും 3 കഷ്ണം ആയാലും ഇട്ടാൽ മതി കേട്ടോ. അതെ, ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇതൊരു അടിപൊളി സംഭവം ഉണ്ടാവും, ഒരു അടിപൊളി കറിയാണിത്, നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. പിന്നെ ഒരു വ്യത്യാസമുണ്ട്, നമ്മൾ ഈ സവാള ഒഴിവാക്കാം നാട്ടിലുള്ളവരല്ലേ, ഉള്ളി എടുക്കാം. പക്ഷെ ഇവിടെ ഉള്ളിയുടെ ദാരിദ്ര്യം കൊണ്ടാണ് നമ്മൾ സവാള എടുക്കണത്. പിന്നെ ഇവിടെ ഉള്ളത് ഫ്രോസൺ ഇല്ല, അത് ഒരു സാധനം വെച്ചിട്ട് വെച്ച് അത് രാവിലെ ചട്ടി മേടിച്ച് കറി മാന്തലി ഒരു വലിയ മുറത്തിന്റെ അത്രയുണ്ട് ഒരു മാന്തൽ, എന്നാലും ഇത്രയുണ്ട്, ഇത്രയും വീതിയുണ്ട്. അത് കാണിച്ചു തരാം. അത് നല്ല സൈസ്, നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല അതേപോലത്തെ സാധനം. അപ്പൊ അത് വെച്ച് ആ ഉള്ളി അങ്ങ് തീർന്നു. അല്ലെങ്കിൽ ഫ്രോസൺ അല്ലേ, നമുക്ക് സവാളയുടെ ആവശ്യമുള്ളൂ. അപ്പൊ 4 പുളി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഇത് നല്ല ഫ്രഷ് ഇന്ന് കിട്ടി. പിന്നെ തേങ്ങാക്കൊത്ത്, ഇത് ഇടിയാണ് കേട്ടോ അതിലോട്ട്. അപ്പൊ അതായി. ഇനി അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പൊ മഞ്ഞപ്പൊടി ഇട്ട് ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ലാസ്റ്റ് നോക്കാം. പിന്നെ ഒരു നുള്ള് കുരുമുളക് പൊടി, കുറച്ച് മതി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കേട്ടാ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ട്രഡീഷണൽ അല്ല. ഇത്രയും വലിയ ചെമ്മീനല്ല, നമ്മളെ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞില്ലേ തെള്ളിച്ചെമ്മീൻ, അതിന്റെ കളിയായിരുന്നു. വലുതൊക്കെ വല്ലപ്പോഴും ഒക്കെ അത്രേ ഉള്ളു. വല്ല അച്ചാറിടാനല്ലേ, അല്ലെ വല്ല വീട്ടിലൊക്കെ വല്ല ഗസ്റ്റ് ഒക്കെ വരുമ്പോഴാണ്. അല്ലാണ്ടൊന്നും ഇല്ല, വലിയ ചെമ്മീനൊന്നും ഇല്ല. അന്നൊക്കെ 10 രൂപക്കൊക്കെ ചെമ്മീൻ കിട്ടും അല്ലേ, ചെമ്മീൻ കിട്ടും. എന്നിട്ട് അതാണ് ഈ പീച്ചിലും പടവലോ അതിന്റെ കൂടെയാണ് മെയിനായിട്ട് ഇത് വെക്കണത്. ചെമ്മീനില്ലാത്ത കളിയില്ല ഒരു അവിടുത്തെ ഈ പച്ച വെജിറ്റബിൾസ് ഒക്കെ വെക്കുമ്പോഴേ. അപ്പൊ ഓക്കെ, ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കാനില്ല, ഇത് മൂടി വെച്ചങ്ങ് വേവിക്കുകയാണ്. അതിപ്പോ നമുക്ക് അറിയില്ല, വേണ്ടി വന്നാൽ നമ്മൾ വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ ഇത് നമ്മൾ അധികം വേവിക്കാനില്ലല്ലോ. ഓടല്ലേടോ. ഓക്കെ, അപ്പൊ ഇത് സെറ്റ് ആയിട്ടുണ്ട്. അടച്ചു വെക്കുന്നില്ല, അപ്പൊ മൂടി വെക്കുന്നില്ലേ? അപ്പൊ നമുക്ക് കുറച്ചു നേരം ഇതൊരു മൂടി വെച്ച് നമുക്ക് വേവിക്കാം കേട്ടാ. കുറച്ചു നേരം നമുക്ക് നോക്കാം, വറ്റിച്ചെടുക്കാം. അതെ. അപ്പൊ ഇതൊരു സൈഡിലോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ നമ്മള് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോണത് ഈ ഉരുളിയിലാണ്. അപ്പൊ ഈ ഉരുളി ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് വേഗണ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ മസാല സെറ്റാക്കി എടുക്കാം. ഓക്കെ, അതേ ഉരുളി വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാകട്ടെ. ഇത് നമ്മൾ ചെമ്മീൻ പുളിയിട്ട് വറ്റിക്കുന്നത്, പുളിയിട്ട് വറ്റിച്ച് റോസ്റ്റ് ചെയ്യണത്. പിന്നെ അതല്ലാതെ ചെമ്മീൻ ചെറിയ രീതിയിൽ മസാലയൊക്കെ പുരട്ടി നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് അതിനേലും ഇഷ്ടം എനിക്ക് ഈ കറിയാണ്. അപ്പം അതാണ് നമ്മളിപ്പോൾ, അതുകൊണ്ടാണ് അത് ഫസ്റ്റ് ആ വീഡിയോ ഇടുന്നത്. മറ്റേത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ഉണ്ടാക്കണം, നമുക്ക് പിന്നെ ഒരു വീഡിയോയിലിടാം. അപ്പം അതേ നമ്മുടെ ഉരുളി ചൂടായിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണ്ടേ. അപ്പം നമുക്ക് ഇതൊന്ന് ഇത് അത് കയറിയിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ച് വെച്ചാൽ ഇങ്ങനെ കണ്ട അപ്പം ഇങ്ങനെ കളറ് മാറി വരും. അപ്പം അങ്ങനത്തെ ഒരു ചെറിയ വേവ് കിട്ടിയാൽ മതി അതിന്. വെന്തിട്ടില്ല. ഇല്ല പോരാ, അത് പോരാ, കുറച്ചും കൂടെ വേണം. കൂടുതൽ വേവിച്ചു കൊടുക്കരുത്. അപ്പൊ അതേ എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കുടിക്കുകയാണ്. പിന്നെ അടുത്ത ഐറ്റമാണ് ഇത് കണ്ട, കുറച്ച് ഒരു വലിയ കഷ്ണം ഇഞ്ചി
2 കുടം വെളുത്തുള്ളി, ഒരു 5-6 പച്ചമുളക്, ഒരു 3-4 തണ്ട് കറിവേപ്പില. ഓക്കെ. ആഹാ, എന്തൊരു ഐശ്വര്യം. അയ്യോ പൊട്ടിത്തെറിക്കുന്നത്. ആഹാ, ഐശ്വര്യം കൂടിപ്പോയി. കയ്യാലൊക്കെ തെറിച്ചു വിടും. ഇഞ്ചി ആദ്യം ഒന്ന് നൈസായിട്ടൊന്ന് വാട്ടാം. ഒന്നും കൂടെ ഒന്ന് കണ്ട വെള്ളം വന്നാണോ കണ്ടോ. ഇനി ഈ വെള്ളം കുറച്ച് കഴിയുമ്പോൾ തുറന്നു വെച്ചൊന്ന് സെറ്റ് ആക്കിയാൽ മതി. അല്ല ഒത്തിരി വെള്ളം ഇറങ്ങത്തില്ലായിരിക്കും, നമ്മൾ 3 മിനിറ്റ് വേവിക്കുന്നുള്ളല്ലോ. മാക്സിമം ഒരു 5 മിനിറ്റ്. ഇത്തിരി കൂടെ വലുതായതുകൊണ്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇഞ്ചി ഓക്കെ. ഇനി നമുക്ക് ബാക്കിയുള്ള പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം അങ്ങനെ നന്നായിട്ട് വാങ്ങും. ഞങ്ങൾ ആഴ്ച ഒരു വീഡിയോ ഇടണുള്ള, ആരെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കണമൊന്നും ഇല്ല കേട്ടാ. എന്തെങ്കിലുമൊക്കെ അപാകതയൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ മെസ്സേജിലൂടെ അറിയിക്കുക. ഇനി 3 വലിയ സവാള ഞാൻ പറഞ്ഞല്ല, ഉള്ളിയുടെ കാര്യം പറഞ്ഞല്ല. അപ്പൊ അത് ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എന്നാലും ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ, മസാല കൂടുതലായിട്ട് വേണമെങ്കിൽ നമ്മൾ സവാളയാണ്. ഇപ്പൊ ഉള്ളി ഇല്ലാത്ത കൊണ്ട് ഞാനിപ്പോ 3 വലിയ സവാള ഉണ്ട്, അത് അങ്ങോട്ട് ഇടിയാണ്. നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇത് നോക്കണം. ഇനി നമ്മൾ മൂടി വെക്കേണ്ടി വരികയല്ലേ. ഓ നല്ല സ്മെല്ലില്ലേ അല്ലേ. വീഡിയോ കുറേ ചാടിയ ഞാനത് ഓർത്തില്ല. വീഡിയോ ചുമ്മാ എടുത്തോണ്ട് പോവാ ഞാൻ. അത് പിന്നെ ഇളക്കണ്ടേ, അത് കരിഞ്ഞു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം. അത് കണ്ട ഇപ്പൊ ചെമ്മീൻ ഏകദേശം ആയി വരുന്നുണ്ട്. എങ്ങനെ ഇരിക്കണം എന്നാലാണ് കറക്റ്റ്. നമുക്കൊരു 2 മിനിറ്റ് ഒരു മിനിറ്റ് 1-2 ഈ വെള്ളം ഒന്ന് പറ്റി കിട്ടിയാൽ മതി. വെള്ളം ഇച്ചിരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇല്ല അത് നമ്മള് മസാലയില് സെറ്റ് ആയിക്കോളും. 2 മിനിറ്റ് കഴിയുമ്പോ ഞാൻ ഓഫ് ചെയ്യണം. നമുക്ക് ആ വേവ് മതി. ഇനി ഇതിനകത്തും കൂടെ നമുക്കൊന്ന് ഒരു ചെറിയ ഒരു വേവ് കിട്ടുമല്ലോ. ഓക്കെ. സവാള ഒന്ന് വാടട്ടെ അല്ലേ. അപ്പൊ ഇനി ഇത് തുറക്കണില്ല, നമ്മൾ അത്യാവശ്യം അത് വേവായിട്ടുണ്ട്. ഇനി നമ്മളത് മൂടി വെച്ചേക്കണം. അതിനകത്ത് കുറച്ച് വെള്ളം വന്നാലും നമുക്ക് കുഴപ്പമില്ല. അപ്പൊ ആവിയിലിരുന്ന് അതൊന്ന് സെറ്റായിക്കോളും. പിന്നെ പോരാത്തത് നമുക്ക് മസാല ആയി കഴിയുമ്പോൾ ഇതിനകത്തും ഉണ്ടല്ലോ ഒരു വേവ് കിട്ടുമല്ലോ, അപ്പൊ ശരിയായിക്കോളും. ചെമ്മീൻ കൂടുതൽ വെന്ത് പോയാലേ ആകെ അലമ്പായി പോവും. അതുകൊണ്ടാണ്. ആരലമ്പായി പോകുന്നു? അല്ല, ചെമ്മീൻ വെന്ത് പോയാൽ വൃത്തികേടായി പോകുന്നു. വൃത്തികേടാകാൻ പാടില്ല, അതാണ്. ഇനി നമുക്ക് സവാളക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മറ്റേ ചെമ്മീനകത്ത് ഉപ്പുണ്ട്. അന്നേരം ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് വാടിക്കിട്ടും. നന്നായിട്ട് വാടത്തല്ലേ. അതെ, നമ്മുടെ ചെമ്മീൻ ഞങ്ങൾ ഒരെണ്ണം നോക്കി, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടല്ല, ചെമ്മീൻ്റെ കറക്റ്റ് വേവ്. ദേ കൈ കൊള്ളാം. ഇതല്ല, ഇതാണ് പാകം. കറക്റ്റ് ആ കറക്റ്റ് ഒരു 5 മിനിറ്റ് ഈ വലുതായതുകൊണ്ട് നല്ല രസമുണ്ട്. ഇതാണ്, ഒരു റബ്ബറും ഇല്ല, ഒന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കറക്റ്റ്. ഏകദേശം ഞണ്ടിന്റെ ഒക്കെ ഉള്ളിൽ നിന്നൊക്കെ പൊട്ടിച്ചിരിക്കുകയല്ലേ, അതേ സംഭവത്തിന്റെ ടേസ്റ്റ്. അത്രേ വേവിക്കാവുള്ളൂ കേട്ടോ. ഈ വേവ് മതി. പക്ഷെ കുറച്ച് വെള്ളമുണ്ട്.
അത് നമുക്ക് ആ മസാലയുടെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ മസാലയും നന്നായിട്ട് മിക്സ് ആകാനായിട്ട് അത് അടിപൊളിയായിരിക്കും. അപ്പൊ ഓക്കെ, എന്തായാലും സക്സസ് ആയി. അപ്പൊ അതേ സവാള ഏകദേശമായിട്ടുണ്ട്. നന്നായിട്ടൊക്കെ കൂടെ വാട്ടണ്ട കേട്ടോ, അപ്പൊ ഒട്ടും മസാല കിട്ടിയല്ലേ. അപ്പൊ അതിലോട്ട് നമുക്ക് കുറച്ച് ഗോൾഡൻ കളർ മഞ്ഞപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത്. ഇത് ചെറിയ സ്പൂൺ ആയത് കൊണ്ടാണ് കേട്ടോ ഇത്ര മതിയല്ല. ഒരെണ്ണം കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ മതി അതങ്ങനെയാണല്ലോ. ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മൾ 1 സ്പൂൺ ആയിട്ടുള്ളൂ കേട്ടോ, മല്ലിപ്പൊടി കുറച്ച് മതി. ഇനി എന്താണ്, ഇനി കുറച്ച് മസാലപ്പൊടി ഇടണം. ഒരു കുറച്ച് മഹിമ മസാലപ്പൊടി ഇടണ്ടെന്ന് പറഞ്ഞ്, എന്നാലും എനിക്ക് ഇഷ്ടമാണ് മസാലപ്പൊടിയും കൂടെ ഇച്ചിരി ഇടണം. പുളിയും ഇത് മസാലപ്പൊടി ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കാം, മസാലപ്പൊടി ഇട്ടുണ്ടാക്കാം, എങ്ങനെ വേണേലും ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. ഇനി നമുക്ക് കുരുമുളക് പൊടി കുറച്ച് കഴിഞ്ഞ് ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ അതിന്റെ ഫ്ലേവർ. മസാലപ്പൊടിയും മല്ലിപ്പൊടിയും വേണമെങ്കിൽ ഒഴിവാക്കാം, അപ്പൊ അതൊരു വേറൊരു ടേസ്റ്റ് ആണ്. ചെമ്മീൻ എങ്ങനെ ചെയ്താലും അതിന് രുചിയാണ്, അതാണ് ചെമ്മീൻ്റെ ഒരു പ്രത്യേകത. ഇപ്പൊ നമ്മൾ അവിടെ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മള് പാകം നോക്കിയില്ലേ, അത് നല്ല ഇതാണ്. എനിക്ക് ഒരെണ്ണം കൂടെ എടുത്ത് കഴിക്കണം. ഇനിയിപ്പൊ നമുക്ക് അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അത് ഈ മസാല ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് ബെസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പൊ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയാണ് ഇതിന്റെ ഇച്ചിരി ഹൈലൈറ്റ്. ലാസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കണ്ട, ഇതാണ് നമ്മുടെ മസാല. ഇനി പ്രോൺസ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ കിടക്കണം മേലെ. ഇത് കണ്ട ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടാ, ചെമ്മീനകത്തുള്ള വെള്ളമോട് ഇറങ്ങി വന്നേക്കണം. അപ്പൊ നമുക്ക് ആ വെള്ളം കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ആ മസാല ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് നിൽക്കും. ഇപ്പോഴേ ചാടണ്ട, ഞാൻ തിരിച്ചിടും. എന്ത് വെള്ളം കണ്ടപ്പോ അപ്പൊ ചാടണം. ഇതാണല്ലേ ആ ചെമ്മീൻ ചാടിയ കേട്ടോ ഇതിനങ്ങനെ പറയണത്. അത് ജീവനുള്ള ചെമ്മീനാണ് പപ്പ. ഇതങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് വെള്ളം അതങ്ങ് വറ്റിട്ടല്ലേ അപ്പ. അല്ല വെള്ളം ചെറിയ ഗ്രേവി ആവശ്യമുള്ളവര് ഈ പരുവത്തിലൊക്കെ ആകുമ്പോ ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഗ്രേവി വേണ്ടല്ല, നമുക്ക് ഡ്രൈ ആയിട്ടാണ്. ഇതിനകത്ത് കോക്കനട്ട് ക്രീം വരെ ഇടാ ലാസ്റ്റ്, ഒരു പ്രശ്നമില്ല. പക്ഷെ അധികം പാലില്ല, കുറച്ചേ ക്രീം ഇല്ലേ, ക്രീം ഇട്ട് കൊടുക്കാൻ. ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആണത്. എന്ത് വേണേലും ഇപ്പൊ ഇതിനകത്തോട്ട് ഇടണതിന് കുഴപ്പമില്ലല്ലോ, പക്ഷെ ടേസ്റ്റ് ഡ്രൈ ആവട്ടെ. അപ്പൊ നമുക്ക് ഇനി ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരു ആവിയും കൂടെ അതിലോട്ട് കിട്ടുമല്ലോ. അത് പുളിയുടെ ഒന്നും അധികം എസൻസ് ഇറങ്ങാനുള്ള ടൈം കൊടുത്തിട്ടില്ല. ഒരു തുള്ളി ഇനി നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കണ്ടാ ചെമ്മീന്റെ വലിപ്പം എത്രത്തോളം മനസ്സിലാകുമെന്ന് അറിയത്തില്ല, എന്നാൽ അത്യാവശ്യം വലിയ ചെമ്മീനാണ് കേട്ടോ. ചെമ്മീന്റെ വലിപ്പം കാണിക്കാൻ എന്റെ അയ്യോ അല്ല ഓടുന്നു. ഒന്ന് ഡ്രൈ ആയ സംഭവം ഒക്കെ എന്നിട്ട് നാളെ കഴിക്കണം. എന്ത് അല്ല, നാളെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ചെറിയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഇത് കാലിയാകണം. പോരാണ്ട്
വല്ലപ്പോഴൊക്കെ വാങ്ങിക്കുന്ന സാധനമല്ലേ ഇത്. ഉണ്ടാ വരട്ടിയെടുക്കാം. ഓക്കെ. പക്ഷെ കുറച്ചും കൂടെ കുരുമുളക് കൂടി വരാനുണ്ട്. നമ്മൾ മുളകൊന്നും ലാവിഷായിട്ടൊന്നും ഇട്ടില്ലല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഒരു കളറൊക്കെ ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല, വയറിന് അതിന്റെ സുഖം കിട്ടിക്കോളും. നമുക്ക് കുരുമുളക് പൊടി ഇച്ചിരി കൂടി ഇടണം. കുരുമുളക് വീട്ടിൽ പൊടിച്ചാണ് കേട്ടോ. കുരുമുളക് മേടിച്ച് പൊടിയാക്കിയത്. അതായത് കുരുമുളകൊക്കെ പൊടി സെറ്റാക്കുമ്പോഴേ തീരെ അങ്ങോട്ട് പൗഡർ ആക്കരുത്. ഒരു ചെറിയ ഒരു പൊടിക്ക് തരിയുണ്ടാകണം. അപ്പോഴാണ് ഇത് ലാസ്റ്റ് ടൈമിൽ നമ്മൾ പൊടി ഇടിയല്ലേ, കുരുമുളക് പൊടി നമ്മൾ ഇടുമ്പോൾ അതിനാ പവർ ഉണ്ടാവുള്ളൂ. പൊടിയായാൽ വെറുതെ കുഴമ്പ് പോലെ ആയിരിക്കും. കുഴമ്പ് പോലെ മനസ്സിലായി. മതിയാവും. ഇത് നാളെ ഒരു തുള്ളി വെള്ളം പോലും കാണൂല്ലേ ഇതിന്. പക്ഷെ നമ്മള് വലിയ മൺചട്ടി ആയിരുന്നെങ്കിൽ നമുക്ക് മൺചട്ടിയിൽ വെക്കണം ഈ സാധനമൊക്കെ. അസാധ്യ രുചിയായിരിക്കും അതിന്. അല്ല അത് പറഞ്ഞപ്പോ തന്നെ വായു വെള്ളം ഞാൻ മാറിയിരിക്കണം. എന്തൊരു പൊട്ടനാണല്ലേ. അല്ല മൺചട്ടിയുടെ അകത്ത് നീ ഒരു പ്രാവശ്യം നമ്മളിവിടെ ന്യൂസിലൻഡിൽ വന്നു കഴിഞ്ഞപ്പോ ഓക്ക്ലൻഡിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അത് മൺചട്ടിയില്. എന്നാ രുചിയാണ്. അതല്ല ചെമ്മീൻ കഴിക്കല്ല. ലാസ്റ്റ് അതിനകത്ത് ഈ ചോറിട്ടൊരു പരിപാടിയുണ്ട്. എന്താണ് ചോറിട്ട് കുഴച്ചൊരു പരിപാടി ഉണ്ട്. ചോറ്. അയ്യോ, അതേപോലെ ഈ ഉണക്കമീനൊക്കെ വറുത്ത് കഴിയുമ്പോഴുള്ള അതിനകത്തൊക്കെ അതൊക്കെ ഒരു ടേസ്റ്റാണ്. ഓക്കെ മതി. ഇത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ഇനി ഒന്ന് കൂടെ ആവി കയറ്റാനാണ് ഇവള് പറയണത്. ഒന്നും കൂടെ പക്ഷെ ഇതധികം വേഗണ്ട. ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു എനിക്ക് കുരുമുളക് പൊടി ഇനി വേണം. വേണം. ഇത് കഴിക്കുമ്പോൾ ഇട്ടാലും മതി കുരുമുളക് പൊടി. ഇതൊന്നും വിഷയമില്ലാത്ത കാര്യം. ഓക്കെ. ഉപ്പൊന്നും നോക്കണ്ട. നമ്മള് ഒരു ചെമ്മീൻ എടുത്ത് കാണിച്ചേ. ഒരു ചെമ്മീനല്ല, ഉരുളി മൊത്തത്തോടെ എടുത്ത് കാണിക്കും. വലുത് തന്നെ കാണിക്കാൻ കൊണ്ടേ വെക്കാം. ഇനി വേകാൻ പാടില്ല ഇത്. ഓക്കെ. ഇനി വെന്താ നമ്മുടെ പദ്ധതി പൊളിയും. അപ്പൊ കൊണ്ടേ വെച്ചിട്ട് ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് ഇന്ന് ഒരു ടേസ്റ്റ് ഒന്നും അല്ലല്ലോ, 1.5 ടേസ്റ്റ് ആയിരിക്കും ഒന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചെമ്മീൻ ടേസ്റ്റ് നോക്കണ്ടേ. അപ്പൊ നമ്മുടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഒരു കൊണ്ടാട്ടമുളക് വെച്ചിട്ടുണ്ട് കേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ ഒരു 2 കഷ്ണം ചെമ്മീൻ എടുക്കാം. അല്ല, ഒരു കഷ്ണം വെച്ചിട്ടുണ്ട്. 2 കൂടെ അത് മതി. കൂടുതൽ കഴിക്കണില്ലേ. പിന്നെ നമ്മുടെ ഇത് മാന്തലി കറി കണ്ട. മാന്തലി കറിയുടെ ഒക്കെ വീഡിയോ ഉണ്ട്, പുറകെ ഉണ്ട്. അതൊരു 2 കൊടുക്കാം. ടേസ്റ്റ് ചെയ്യണ ചെമ്മീനാണേ, ടേസ്റ്റ് അല്ല. അതെ. പക്ഷെ ഇതിപ്പോ ചട്ടി കിട്ടിയപ്പോഴത്തേനും അതൊന്ന് വെച്ചതാണ്. ഇനി നോക്കട്ടെ. ചോറിന് ഉപ്പിട്ടില്ലല്ലോ. കുഴപ്പമില്ല, ചെമ്മീൻ ആദ്യം കഴിച്ച് നോക്കിട്ട് ടേസ്റ്റ് പറയാം. അടിക്കട്ടെ. ഞാൻ ഒന്നും പറയുന്നില്ല. എന്തു പറ്റി? കൊള്ളൂല. അടിപൊളിയാ. ഇതിപ്പോ കഴിക്കാനുണ്ടല്ലേ, വലിയ ചെമ്മീനൊക്കെ ഉള്ളത്. ഒരു തേങ്ങാക്കൊത്തും കൂടെ. നാളെ 9 സംഭവം സൂപ്പറായിരിക്കും. കുറച്ച് പെരിഞ്ചീരപ്പൊടിയും കൂടി ഇടായിരുന്നു. നീ പറഞ്ഞോണ്ട് ഇടായിരുന്നു. ഇങ്ങോട്ട് നോക്ക്, കണ്ണടച്ചേക്കണ എന്താണ്? ആസ്വദിക്കണേ. അല്ല, ഭക്ഷണം കഴിക്കുമ്പോ ആസ്വദിച്ച് കഴിക്കണം. അപ്പൊ കറിയുടെ കാര്യം പറഞ്ഞ് മൈൻഡപ്പ് ചെയ്തോ. നല്ല കറി. പച്ചമുളക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പുളി ഇട്ട് ഇതേപോലെ പറ്റിച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കിയത് അതൊരു അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ. ഓക്കെ.